അതെ, ഈ ലോട്ടറി നമുക്കൊന്നും ഇന്നേ വരെ അടിച്ചിട്ടില്ല. നിനക്ക് ഇതുവരെ അടിച്ചിട്ടുണ്ടോടേ? ആ, ഇന്നത്തേത് നാളെ അടിക്കും, നാളെ നാളെ എന്ന് പറഞ്ഞ് കുറേ നാളെയാ. ഇതേവരെ എനിക്ക് 10 പൈസ ഇതിൽ നിന്ന് അടിച്ചിട്ടുമില്ല. ആ, പിന്നെ 5 മണി. ആർക്ക് 5000 ഉണ്ടായിരുന്നു ഇന്നലെ? ഇയാൾ എന്തിനാ ഇങ്ങനെ നടന്ന് വിളിക്കണേ? ഓ, അയാൾ ഇന്നലെ അല്ലേ പൈസ തന്നു, അതിനിടയ്ക്ക് പിന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്താൽ ഞാൻ വൈകിട്ട് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞല്ലേ. ഇങ്ങനെ നമ്മുടെ സുരേന്ദ്രൻ മുതലാളിയേ, ഞാൻ ഇത്തിരി പൈസ എൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ചേക്കാൻ തന്നേ. അപ്പോൾ അത് ഇന്ന് മതി നാളെ മതി എന്നൊക്കെ പറഞ്ഞതാ. ഇപ്പോൾ അതിന് വിളിച്ചുകൊണ്ടിരിക്കും. എന്തൊരു മനുഷ്യനാണ് ദേ. ഇത് അയാളല്ല, ഇത് വേറെ ആരാ. ഹലോ, അതെ ക്ലീറ്റസ് ആണ്. ഞാൻ ആ പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള ഫ്രൂട്ട്സ് കടയുണ്ടല്ലോ, അവിടെ നിൽപ്പുണ്ട്. ഇല്ലില്ല, ഞാനിപ്പോൾ അവിടെ നിന്ന് അടുത്ത് നമ്മുടെ ഗോപാലേട്ടൻ്റെ കട വരെ ഒന്ന് പോവും. അതിനാണോ? അത് ഞാൻ ശരിയാക്കി തരാം. വന്നാൽ മതി. എപ്പോൾ വരും? ഇപ്പോൾ വരുമോ? ഉവ്വ് ഫ്രൂട്ട്സ് കട അറിയാമല്ലോ, ഫ്രൂട്ട്സ് കടയുടെ അടുത്ത് ഞാൻ ഉണ്ട്. കാണാം, കാണാം കേട്ടോ. വന്നാൽ മതി പിന്നെന്താ. ശരി. ഓക്കെ. എവിടെ എത്തുമോ? വന്നുകൊണ്ടിരിക്കുന്ന. എന്നാൽ ഞാനിവിടെ നിൽക്കാം. ഹലോ, ഞാൻ പിന്നെ വിളിക്കാം. മുതലാളി, ഞാൻ വിളിച്ച ക്ലീറ്റസ് എടുക്കില്ലേ? അതുകൊണ്ടാണ് മുതലാളി വേറെ നമ്പറിൽ നിന്ന് വിളിച്ചത്. ഞാനേ ഒരിത്തിരി തിരക്കിലായിരുന്നു, അതുകൊണ്ട് എടുക്കാത്ത. എന്താണ് മുതലാളി കാര്യം? ഒരു കാര്യം. അല്ല, എന്താണ് സാറേ പ്രശ്നം? ഞാൻ അത്യാവശ്യമായിട്ട് തിരക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പൈസയുടെ കാര്യമാണെങ്കിൽ ഞാൻ വൈകിട്ട് വീട്ടിൽ കൊണ്ട് തരാന്ന് പറഞ്ഞല്ലേ സാറിന്റെ കാര്യമല്ല. അപ്പൊ വേറെന്തരോ എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. അത് തന്നെ എനിക്ക് ഇന്നലെ പൈസ തന്നത്. ക്ലീറ്റസ് അതല്ല, കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. അല്ലേ, അതെന്ത് പ്രശ്നം? എടോ, ഇന്നലെ തന്ന പണമില്ലേ? പണം അത് മുഴുവൻ മറ്റവന്. അത് മറ്റവനെന്നൊക്കെ സാറും സാർ എനിക്കിന്ന് പറഞ്ഞു തന്നല്ലേ, പിന്നെ മറ്റവനെന്നൊക്കെ പറഞ്ഞ ക്ലീറ്റസ് പറഞ്ഞ് തന്നതാണ്. മറ്റവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീറ്റസ് അത് മറ്റേ കള്ളനാണ്. ഏത് കള്ളൻ? എനിക്ക് തെങ്കാശിന്ന് ആ സെൽവം ഉണ്ടല്ലോ, സെൽവം തന്ന പണമാണ്. എടോ, മറ്റവൻ കള്ളൻ, വ്യാജൻ. അപ്പം അതിന് സാർ എനിക്ക് എടുത്തു തന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ. സെൽവം തന്നു, എനിക്ക് തരാനുള്ള പണമാണ്. അതിൽ നിന്നാണ് ഞാൻ ക്ലീറ്റസ് തന്നത്. അതെ. അപ്പൊ ഇതിപ്പോ ആരാ പറഞ്ഞു ഇത് കള്ളനാണെന്ന്? ഞാൻ അടുത്തൊരു കടയില് സാറ് വെറുതെ ഇനി ഞാൻ തിരിച്ചു തരൂല എന്ന് പറഞ്ഞ എന്റെ വാങ്ങാനാണെങ്കിൽ കള്ളത്തിനാണെങ്കിൽ അതല്ല, അതിൽ നിന്ന് ഒരു 500 രൂപ എടുത്ത് ഞാൻ ഡ്രൈവറുടെ കൊടുത്തു, പച്ചക്കറി കടയിൽ കൊടുത്തു. പച്ചക്കറി കടക്കാരൻ അത് മറച്ചും തിരിച്ചും മറച്ചും നോക്കിയിട്ട് ഒരു സംശയ ദൃഷ്ടിയോടെ ഡ്രൈവറുടെ നേരെ ഇതാര് തന്നെ ചോദിച്ചു. അപ്പോൾ എൻ്റെ പരിപാടി ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വ്യാജനാണ്. അപ്പൊ എന്റെ തന്ന പൈസ വ്യാജനാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞപ്പോൾ ഇതല്ല വ്യാജനം. ക്ലീറ്റസ് ഒരു കാര്യം ചെയ്യും, ആ തന്ന പൈസ ഇങ്ങത്താ. ക്ലീറ്റസ് എങ്ങാനും ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാലേ അത് വല്ലതും വീട്ടിലായി കഴിഞ്ഞാലേ എൻ്റെ പേര് പറയല്ലേ? അതുതന്നെ എനിക്ക് അങ്ങനെ പറയാനല്ലേ പറ്റും. പിന്നെ സാറല്ലേ അതുകൊണ്ട് അതിങ്ങ് തന്നേരെ. എന്നിട്ട് വേറെ പണം ഞാൻ തരാം. വേറെ തരുമല്ലോ. അപ്പൊ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പം. ഞാൻ ഇത് പോക്കറ്റ് ഇടാൻ നടന്നു വെച്ചാലേ എന്നെ ആ തമിഴൻ സെൽവം പറ്റിച്ച പണിയാണ്. അല്ല മുതലാളി, ഞാനേ ഇതിന്നൊരു 500 രൂപ എൻ്റെ അളിയന് കൊടുത്തു കേട്ടോ. 500 രൂപ അളിയന് കൊടുത്തു. അതിന് കുഴപ്പമില്ല. അതിന് കുഴപ്പമില്ല. അതെന്താന്ന് വെച്ചാലേ, അളിയനെ പോലീസ് പിടിച്ചാല് അളിയൻ ക്ലീറ്റോയുടെ പേരല്ലേ പറയുള്ളൂ, എൻ്റെ പേര് പറയില്ലല്ലോ. രൂപ കൊടുത്തത് ക്ലീറ്റോ അല്ലേ? അത് ശരി, എൻ്റെ പേര് പറയില്ലല്ലോ. അപ്പൊ കുഴപ്പമുള്ളത് ക്ലീറ്റോയ്ക്കല്ലേ വരുന്നുള്ളൂ, ബാക്കി ഇങ്ങനെ മുതലാളി. എന്നായിക്കോട്ടെ. ഞാനേ എടുക്കുന്നില്ലല്ലോ. ഇത് വിളിച്ചിട്ട് എടുക്കുന്നുമില്ലല്ലോ. പൈസ എടുത്ത
ആരുടെയും കൊടുത്ത് മുതലാളി പറഞ്ഞ പോലെ അവനെ പോലീസ് പിടിച്ച ഞാൻ കൊടുത്തില്ലല്ലേ പറയും. അയ്യോ അതിനുമുമ്പ് മോളെ കനകൻ എവിടെ? കനകൻ ഇന്ന് വന്നിട്ടില്ല. വന്നില്ലേ? ഇല്ല. മറ്റവനോ ഫാസിലോ? ഫാസിൽ എന്തോ കണക്ഷൻ നോക്കാൻ പോയിരിക്കോ. അതെയോ? എപ്പോ വരുമെന്നല്ല അറിയാമോ? ഒന്നും പറഞ്ഞിട്ടില്ല. കനകൻ ഒന്നും വന്നേയില്ല? ഇല്ല, വന്നില്ല. അങ്ങനെ പോരാ. ചിലപ്പോ കനകൻ ചേട്ടനും കൂടെ പോയി കാണും കണക്ഷൻ നോക്കാൻ. ഓ അതെ. ഹലോ ചേട്ടാ കേബിൻ കൊട്ടിയണം. ഇതിൽ അത്യാവശ്യം പറയാൻ വിളിച്ച അളിയാ അളിയ ഞാൻ വളരെ നീ എവിടെ നിൽക്കുകയാണ്? പോലീസോ? അതെ പിന്നെ എന്താണ് എസ് ഐ വന്നിട്ടോ? അല്ല എസ് ഐ ചോദിച്ചാലേ എൻ്റെ അളിയിൽ നിന്നൊന്നും പറയണ്ട, കാര്യമുണ്ട്. എന്താണ്? ഹലോ ഹലോ ഹലോ